ഊർജിതമായി തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നേരത്തെ ഈ ബെയിലി ബ്രിഡ്ജ് നിന്ന ഭാഗത്തിന് തൊട്ടിപ്പുറത്തെ ഭാഗത്താണ്. ഈ കാണുന്ന ഭാഗങ്ങളിലെല്ലാം മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് കുഴിച്ച് ആഴത്തിൽ തന്നെ പരിശോധന നടത്തുകയാണ്. എവിടെയെങ്കിലും മനുഷ്യ ശരീരങ്ങൾ ഉണ്ടോ എന്ന പരിശോധന നടത്തുകയാണ്. ഈ നദീതടം, ഈ കണ്ണാടിപ്പുഴയുടെ ഈ തീരം ആറാമത്തെ സോണിലാണ് വരിക. 6 സോണുകളായി തിരിച്ചുള്ള പരിശോധനയാണ് ഇന്ന് പൂർണ്ണമായും യന്ത്ര സഹായത്തോടു കൂടിയുള്ള, മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള, ഹിറ്റാച്ചുകളുടെ സഹായത്തോടു കൂടിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഇത് പുഞ്ചിരിമുട്ട മുതൽ താഴേക്ക് എല്ലായിടത്തും ഇതുപോലെ സംഘങ്ങളായി തിരിഞ്ഞ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ സംഘങ്ങളും ഒരു ടീമായി മാറിക്കൊണ്ടാണ് ആ പറയുന്ന എല്ലാ സംഘങ്ങളിലും, ഈ സംഘങ്ങളിലെല്ലാം പ്രാദേശികമായി അറിവുള്ള ആളുകൾ ഉണ്ട് താനും. ഇന്ന് 4 പേരെ ഒരു വീട്ടിൽ നിന്ന് മാറ്റിയിരുന്നു. അത് യഥാർത്ഥത്തിൽ അവരോട് നേരത്തെ തന്നെ കോൺടാക്ട് ചെയ്ത് മാറാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചതാണ്. അവരവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും അവരെ കൂടി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ മഴ ഏതെങ്കിലും തരത്തിൽ ഈ പ്രവർത്തനത്തിന് തടസ്സമില്ല. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സവും മാറിയിരിക്കുന്നു. ബെയിലി പാലം വന്നതോടുകൂടി വാഹനങ്ങളുടെ മൂവ്മെന്റ് എളുപ്പമായിട്ടുണ്ട്. ആംബുലൻസുകൾ, മറ്റു വാഹനങ്ങൾ, ഭാരവാഹനങ്ങൾ എല്ലാം മുകളിലേക്ക്, അതായത് മുകളിലേക്ക് എന്ന് പറയുന്നത് മുണ്ടക്കൈ മേഖലയാണ്. മുണ്ടക്കൈ മുതൽ അങ്ങോട്ടുള്ള ഭാഗങ്ങളിലേക്കൊക്കെ നീങ്ങുന്നുണ്ട്, സുഗമമായി തന്നെ നീങ്ങുന്നുണ്ട്. രക്ഷാപ്രവർത്തകരും അങ്ങോട്ട് അവിടെയാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ രാവിലെ ആരംഭിച്ചിട്ടുള്ള തെരച്ചിൽ അത് ഇപ്പോഴും തുടരുകയാണ്. അവിടെ നിന്നുള്ള വാർത്തകൾക്കായി നമ്മളും കാത്തിരിക്കുകയാണ്. കാലാവസ്ഥ അല്പം പ്രതികൂലമായി വരുന്നുണ്ട്. ഇപ്പോൾ ചെറുതായി മഴ പെയ്യുന്നുണ്ട്. ഇവിടെ സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ ഒരു സമ്പൂർണ്ണ ദൗത്യത്തിലേക്ക് നീങ്ങുകയാണ് ഈ മിഷൻ മുണ്ടക്കൈ.